പാവപ്പെട്ടവന്റെ കുപ്പായാണെങ്കിലും മാനം മറയ്ക്കാൻ ഉപയോഗിക്കാം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ? കരയുന്നോ? പണം കൊണ്ട് എല്ലാം നേടിക്കാൻ വരുന്നത് അടക്കം, ഒതുക്കം, സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ ചില ഗുണങ്ങൾ കൂടി ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങളിലതൊന്നും ഇല്ലാതെ പോയി. നോക്കി നിൽക്കാതെ വീട്ടിൽ പോണം. Are you angry with me? Do you expect me to be friendly with you? If you don't mind. Get lost. വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. പിന്നെ ഇത് ഇന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയും. പ്രചരണം എവിടം വരെയായി? അതൊക്കെ ജോറായി നടക്കും. അവരുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും എല്ലാം നമ്മുടെ ഗുണ്ടകൾ കലക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാൻവാസിംഗ് മുറ പോലെ നടക്കുന്നു. ഒരു 50,000 ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രവർത്തകർ പറയുന്നത്. അത് മതി. ഇതാരാ? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്റെ മകൾ നളിനി. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? വാ മോളെ, അമ്മാവന്റെ അടുത്ത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. മിടുക്കി മിടുക്കി. കേട്ടോ മോളെ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, അവനെപ്പോലെ ഒരു ഡോക്ടറെ ഈ നാട്ടിലില്ല. ഉണ്ടോടാ കുഞ്ഞുണ്ണി? ഈ നാട്ടിലെന്തല്ല, ഈ രാജ്യത്ത് കാണില്ല. എന്തൊരു പ്രശസ്തി, എന്തൊരു കൈപുണ്യം. അവൻ ഒരിക്കൽ തൊട്ട രോഗിയെ പിന്നെ തൊടേണ്ടി വന്നിട്ടില്ല. അതിന്റെ ആവശ്യം വരില്ല. ഓ, പറയുമ്പോഴേക്കും വന്നല്ലോ. 100 ആയുസ. വാമനെ വാ. ശിവരാമനെ പരിചയം. മന്ത്രിയാകാൻ പോകുന്ന പാർട്ടി. അദ്ദേഹത്തിന്റെ മകൾ നളിനി. നമസ്കാരം. നോക്കി നിൽക്കാതെ ഇവിടെ വന്ന് ഇരിക്കൂ. ഇരിപ്പിച്ചതാ. നിനക്ക് നിർത്താലെന്താ? ഇരിക്കുന്നേ. വായ അടച്ചു വെക്കാതെ എന്തെങ്കിലും സംസാരിക്കടാ. പിന്നെ വലിയ നാളക്കാരനാ, ആരോടും അടുത്ത് പെരുമാറില്ല. ആസ്പത്രി വീട്, വീട് ആസ്പത്രി, അത്ര തന്നെ. പിന്നെ അവന്റെ തൊഴിലുണ്ടല്ലോ, അവൻ സിംഹമാ. അതല്ലേ വേണ്ടത്. ഓ ശല്യ. ഹലോ, ഇത് ഞാനാ. ആരെയാ വേണ്ടത്? ശിവദാസിനെയോ? കണക്ഷൻ കൊടുക്കൂ. ശിവദാസ് ഫോൺ. ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഹലോ, ശിവേട്ടനാണോ? വീട്ടിൽ വിളിച്ചപ്പോ ഓഫീസിലാണെന്ന് പറഞ്ഞു. അല്ല, എന്നെ അങ്ങ് മറന്നോ? എത്ര ദിവസങ്ങളായി നേരിലൊന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ടും ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ ഒന്നും മിണ്ടാത്തത്? ആരാ നിങ്ങൾ? ആരാണെന്നോ? കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാനാണ്? മുടി ചൊവ്വ നേരെ വെട്ടിക്കാത്തോണ്ടല്ലേ കേൾക്കാൻ പറ്റാത്തത്. ഹലോ, ആരാ? ഹലോ, ഞാൻ കുഞ്ഞുകുട്ടി അമ്മയാണ് മോനെ. എന്താ കുഞ്ഞുകുട്ടിയമ്മയെ വേണ്ടത്? ഞാൻ മുത്തങ്ങാക്കുഴി ഗോപാലൻ. ഗോപാലനാണോ? നിന്റെ ആ കിട്ടുവാൻ അവിടെ ഇല്ലേ? ഉണ്ടേ. എന്ത് വേണം? ഇതുപോലൊരു മോനുണ്ടാവാൻ പുണ്യം ചെയ്യണം ഗോപാല. പാദം പിടിച്ചു കിടന്ന് എന്നെ നിങ്ങളുടെ മോനൊന്ന് തൊട്ടതേ ഉള്ളൂ, പാദം മാറി. നേരും തന്നെ തന്നെ ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു ഡാക്ടർ വേറെ ഇല്ല കേട്ടോ. അത് പറയാൻ വിളിച്ചതാ എന്റെ ഗോപാല. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. അതുപോലെ
ഹലോ ഹലോ. വാദം പിടിച്ചു കിടന്ന എന്നെ നിങ്ങളുടെ മോനൊന്ന് തൊട്ടതേ ഉള്ളൂ, വാദം മാറി. ആ, ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ ഇല്ല. അതെയോ? ഇപ്പൊ കേട്ടോ, ഞാനേ സാധാരണക്കാരനെ പോലെ സ്വന്തം മോനെ പുകഴ്ത്തുന്നവനല്ല. ഇതാണ് സത്യം. ഇപ്പൊ മനസ്സിലായോ? ഡോക്ടർ മോനെ രോഗിയോട് സംസാരിച്ചോ? ഹലോ. ആ വന്നോ? ദേ, ഞാൻ വിജയവാടിന് വന്ന് കാത്തു നിൽക്കും. എന്നെ ഉടനെ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ വിഷന്നും ചത്തുകളയും. ചത്തുകളയോ? എന്താ കുഞ്ഞുകുട്ടിയമ്മേ ഇത്? എന്തിനാ ചാകുന്നത്? കാര്യം പറയണം. ഓ, അത്രേ ഉള്ളൂ. കുഞ്ഞുകുട്ടിയമ്മ വിഷമിക്കണ്ട, ഞാൻ ഉടനെ തന്നെ അവനെ അയക്കാം. എന്താ സൂക്കേട് കൂടിയോ? അതെ, ആ കിളവിക്ക് ഇവനെ ഒന്ന് കാണണം. സൂക്കേട് മാറിയ സന്തോഷത്തിന് നന്ദി പറയാനാണ്. തനിക്കൊന്ന് അവിടെ പൊക്കോട്ടോ. എങ്കിൽ തീർച്ചയായും പോണം. നോക്കി നിൽക്കാതെ വേഗം പോടാ. കുഞ്ഞുണ്ണി, എന്താ നീയും കൂടെ പൊക്കോ. ശിവദാസ് ഒരു കരളുവേദന എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു കൊല്ലം. നീ എനിക്ക് പരിശോധിക്കട്ടെ. ഒന്ന് വേവാകട്ടെ. പുറത്ത് വേറെ ഇന്റർവ്യൂകൾ കാത്തിരിക്കുന്നു. ദിവസവും 4 മണിക്കൂർ ഈ മരുന്ന് ഇടവിട്ട് ഉരുവിട്ടോണ്ടിരിക്കുക. ഓ അല്ല, കഴിച്ചോണ്ടിരിക്കുക.